സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, अति पवित्र स्वर्गीय पिता, सुंदर समय के लिए हम आपको धन्यवाद और स्तुति करते हैं प्रभु. ഈ അനുഗ്രഹീതമായ സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. आशीष भरा शाम के समय के लिए हम एक बार और आपको धन्यवाद करते हैं. അപ്പോൾ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഈ രാത്രികാലം വീണ്ടും തിരുസന്നിധിയിൽ തിരുവചനം വായിക്കുവാൻ പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. परमेश्वर आपको हाथ में एक बार और समर्पण करते हैं प्रभु. आपके वचन से सीखने के लिए हमारे जीवन में आपने एक और अच्छा मौका दिया, इसलिए धन्यवाद करते हैं. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, आपके में समर्पण करते हैं प्रभु. ഞങ്ങളോട് കൂടി ഇരിക്കുന്ന ദൈവസാന്നിധ്യങ്ങളെ കേൾക്കുന്ന എല്ലാവരുടെയും ചുറ്റുപാടുകളിൽ കർത്താവ് ഐക്യമാറാകണമേ. हमारे साथ जो आपके संगति है प्रभु, वो हमें सुनने वालों के बीच में भी होने पाए. യുവതിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം. जैसे लुदिया के दिल को आपने खोला है प्रभु आपके वचन सुनने के लिए, वैसे हर किसी का दिल को സൂമിലും കർത്താവേ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെയും കർത്താവ് ശ്രദ്ധിക്കുന്നവര് വലിയ ദാഹം, വചനത്തെക്കുറിച്ചുള്ള ദാഹം അവർക്കുണ്ടാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. परमेश्वर हर एक मीडियाओं के द्वारा हमें सुनने वालों के दिल के अंदर एक प्यास डाल दिए प्रभु आपके वचन सुनने के लिए. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നടത്തിയാട്ടെ. आपके हाथ में समर्पण करते पवित्र आत्मा आप ही चलाइए. കർത്താവ് പ്രാർത്ഥന കണ്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. परमेश्वर आपने हमारे प्रार्थनाओं को सुन लिया, इसलिए യേശുവിന്റെ धन्यवाद. നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി ഉത്തരമരണമേ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करो हमारे स्वर्गीय പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് ഒരു ഗാനം പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. एक गाना गाएंगे, परमेश्वर को ताली बजाकर स्तुति करेंगे. Glory to Jesus. Hallelujah. രാജാവായി കർത്താവായി Jai
प्रिय पिता एक बार और हमें आपको हाथ में समर्पण करते हैं ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണം, ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ हमारे बुद्धियों को खोल दीजिए प्रभु ताकि हम आपके वचन को सीखने पाए കർത്താവേ, ഞങ്ങൾ വെറും കേൾക്കുന്നവരായിട്ടല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. परमेश्वर हम खाली सुनने वाले ना बनने पाए, उसके अनुसार चलने वाले भी बनने അവിടുത്തെ पाए। കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण അവിടുത്തെ ഞങ്ങളുടെ करते हैं। പ്രാർത്ഥന കടന്നാൽ സ്തോത്രം. आपने हमारी प्रार्थनाओं को सुन लिया, इसलिए യേശുവിന്റെ धन्यवाद। നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നണമേ യേശുവിൻ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है प्रभु। ആമേൻ. ഹല്ലേലൂയ. हालेलुया। ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ഈ രാത്രികാലം ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबको आज रात के समय में एक बार और आशीष करने पाए। നമ്മൾ ദൈവത്തിന്റെ തിരുവചനം അനേക ദിവസങ്ങളായി പരിശുദ്ധാത്മാവും അഭിഷേകവും ദൈവിക ശക്തിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हम कुछ दिनों से जो पवित्र आत्मा के बारे में और परमेश्वर की उस पवित्र आत्मा के अभिषेक के बारे में सीखे आ रहे हैं। ഹല്ലേലൂയ. അഭിഷേകം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൃപാവരങ്ങളും ഓട്ടോമാറ്റിക്കായി വരുന്നുവെന്ന് നമ്മൾ കാണുവാനിടയായി. जब हमारे अंदर अभिषेक आता है तो परमेश्वर की ओर से उस अभिषेक के साथ साथ वरदानों का भी अभिषेक हो जाता है। എന്നാൽ അത് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. लेकिन हमें सबसे पहले ये समझना है कि परमेश्वर ने हमें वो वरदान दिया है। അത് മാത്രമല്ല, നമ്മൾ അതിനെ വളർത്തിയെടുക്കണം. ആ ദൈവം തന്നിരിക്കുന്ന ആ കൃപാവരത്തെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തുറന്നുള്ള അഭിഷേകം കൊണ്ടും അതിനെ വളർത്തിയെടുക്കണം, പ്രാക്ടിക്കലാക്കി നമ്മൾ തീർക്കണം. हमें मिला हुआ उस वरदान को परमेश्वर के उस वचन के आधार पर प्रार्थना के साथ अभिषेक के साथ उस वरदानों को हमें बढ़ाना है। നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധാത്മാവ് നൽകി തരുന്നതായ വരങ്ങള് വിവേചനം എന്നുള്ളതായിരിക്കുന്ന വരം വരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हमने पिछले दिनों में पढ़ा है कि परमेश्वर का दिया हुआ उस वरदान जो है परखने की आत्मा की उस वरदान के बारे में भी हमने सीखा। ഈ വരം എങ്ങനെയാണ്, ഇതിന്റെ ആവശ്യം എന്താണ്, ഈ വിവേചന കൃപാവരത്തിന്റെ ആവശ്യം എന്താണ്, इस परखने की उस वरदान की जरूरत क्या है, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം നമ്മൾ കാണുവാൻ പോകുന്നത്. ये इसकी जरूरत क्या है और ये कैसे कार्य करता है करके आज हम सीखेंगे। ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ വിവേചനത്തിന്റെ കൃപാവരം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെയാണ് കണ്ടു നിർത്തിയത്. പൗലോസ് താങ്കൾ കടന്നു ചെന്ന് തങ്ങളുടെ മുമ്പിൽ അവരെക്കുറിച്ച് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു ദുരാത്മാവ് പിടിച്ച ബാലികയെ ശാസിക്കുകയും ഭൂതം അവളെ വിട്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. हमने पिछले हफ्ते देखा है कि पौल जहाँ गया था वहाँ पे उनके बारे में दुष्टात्मा से भरते हुए वो एक लड़की ने कैसे उनके बारे में बोला है और पौल ने जब उस दुष्टात्मा को डांटा तो कैसे उसके अंदर से वो दुष्टात्मा निकल गया करके हमने देखा। അതുകൊണ്ട് ദൈവസഭയുടെ വളർച്ച ഉണ്ടാകേണ്ട ഇടങ്ങളിൽ ദൈവസഭ വളരണമെന്ന് വരികിൽ ഈ വിവേചനത്തിന്റെ കൃപാവരവും തുടർന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. इसलिए जो कलीसिया की अगर बढ़ोतरी आप चाहते हैं तो उसके लिए आपको इस परखने की इस वरदान को पाना बहुत जरूरी है. യേശു ഭൂമിയിൽ സഞ്ചരിച്ച സമയത്തും ആദിമ സഭയുടെ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത് പോലെ തന്നെ ഭൂതഭേദ പിശാചുക്കൾ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലെ ജീവികൾ ഇന്നുമുണ്ട്. जैसे यीशु मसीह के उस समय में जैसे दुष्ट आत्मा ये कार्य करते थे वैसे आजकल की जमाना में भी वही दुष्ट आत्मा आज भी कार्य करता है. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിനെതിരായും ദൈവമക്കൾക്കെതിരായും ദൈവസഭയ്ക്കെതിരായും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. उसका काम यही है कि परमेश्वर के विरुद्ध और परमेश्वर के लोगों के विरुद्ध कार्य करना. ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ വിവിധ നിലകളിലാണ്. लेकिन दुनिया के अंदर अलग अलग जगहों में अलग अलग तरीके से उसका कार्य होता है. അതായത് ദൈവജനവും ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്താത്ത ഇടങ്ങളിലും അവരുണ്ടെങ്കിൽ തന്നെയും ഓൾറെഡി അവിടെയുള്ള ജനങ്ങളിൽ അവർ ആ ദുരാത്മാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ പ്രവർത്തനത്തിന് ശക്തിയോ അല്ലെ അവരുടെ ശക്തിയോ അധികമായി അവർ പ്രകടിപ്പിക്കത്തില്ല. जहाँ पे दुष्ट आत्मा कार्य करता है वहाँ पे लोग अगर परमेश्वर को नहीं जानने वाला है तो वो ज़्यादातर वो दिखाता नहीं है. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ വളരെ ജാഗരൂകരായിത്തീരും. लेकिन उस जगह में जाके कोई परमेश्वर के लोग या कोई पासवान या परमेश्वर को जानने वाले कोई व्यक्ति जाके सुसमाचार सुनाने लगते हैं तो वहाँ पे उस दुष्ट आत्मा कार्य करना
शुरू हो जाता है या वो झांकना शुरू हो जाता है। കാരണം കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. जब यीशु मसीह अपने उस सेवकाई के समय में उन्होंने जब लोगों को समझाया था कि दुष्ट आत्मा कैसे कार्य करता है, സാത്താൻ ഒരു രാജ്യമുണ്ട്. शैतान को भी एक राज्य അതിന്റെ പ്രധാന അധിപതി അല്ലെങ്കിൽ രാജാവാണ് സാത്താൻ. उस दुष्ट लोगों का या दुष्ट राज्य का उसका राजा है शैतान. എങ്ങനെയാണ് ഒരു രാജ്യത്തിന് രാജാവും മന്ത്രിയും അല്ലെങ്കിൽ ഇപ്പോഴുള്ളതായിരിക്കുന്ന രീതികൾ നോക്കിയാൽ പ്രസിഡന്റ്, പിന്നെ പ്രധാനമന്ത്രി, പിന്നെ മന്ത്രിമാര്, പിന്നെ സ്റ്റേറ്റുകൾ തിരിച്ച് മുഖ്യമന്ത്രിമാര്, അവരുടെ കീഴിൽ വിവിധമായ നിലകളിലുള്ള മന്ത്രിമാര്, IPS ഓഫീസേഴ്സ്, പഞ്ചായത്ത് തലങ്ങൾ വരെ അധികാരമുള്ളതുപോലെ जैसे आजकल की जो हमारे सरकार जो है वह जैसे चलाता है, हमारे सरकार कैसे प्रेसिडेंट से लेकर नीचे बहुत सारे अधिकारी लोग होते हैं. സാത്താനും തന്റെ രാജ്യം വിരിവാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ वैसे शैतान भी अपने राज्य को वैसे अधिकार छोटे से लेकर बड़े तक अधिकार बना के रखा हुआ है. അതിന്റെ വിവിധ നിലകളിൽ വേദപുസ്തകം പലയിടങ്ങളിലും പറയുന്നുണ്ട്. उसको अलग अलग तरीके से परमेश्वर के वचन में हम देखते हैं. എഫേസ്യ ലേഖനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. एफेसियों की किताब में एक वचन है, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിലെ ലോകാധിപതികളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെയും എന്ന് പറഞ്ഞ് 4 തരത്തിലുള്ളതായിരിക്കുന്ന ഡിവിഷനായിട്ട് അവിടെ തിരിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. वहाँ पे 4 तरीके के राज्य के बारे में वहाँ पौल बताते हैं. അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. एफेसियों की किताब उसका 6वां अध्याय उसका 12वां आयत, क्योंकि हमारा ये मल्ल युद्ध लहू और मांस से नहीं परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हकीमों से और दुष्टता की आत्मिक सेनाओं से है जो आकाश में है. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും എന്ന് പറഞ്ഞ് 3 തലങ്ങളിലായിട്ടാണ് ആ ഡിവിഷൻസ് അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. वहाँ पे अलग अलग पद देख के परमेश्वर ने वहाँ पे उस शैतान के अधिकारों के बारे में बताया हुआ है. ഇതെല്ലാം സാത്താന്റെ ആജ്ഞ അനുസരിക്കുന്ന ഭൂതങ്ങളാണ്, അല്ലെങ്കിൽ സാത്താന്റെ കീഴെയുള്ള ദുരാത്മാക്കളാണ്. ये सारे जो अधिकार जो है शैतान के नीचे कार्य करने वाले लोग हैं. ഇവരെ ഭൂമിയുടെ സകല ഇടങ്ങളിലും അല്ലെങ്കിൽ ആദാമിനെ കബളിപ്പിച്ച് ഭൂമിയുടെ അധികാരം എടുത്ത നാൾ മുതൽ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാത്താന്റെ അനുസാരികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ये शैतान का राज्य जो है इस पृथ्वी के अंदर फैला हुआ है. जब से आदम से जो इसने अधिकार जो छीन लिया है पूरे पृथ्वी, जब उसके अधिकार में कर दिया है तो पृथ्वी के अलग अलग जगहों में अलग अलग तरीके से वो कार्य करता है. ലോകത്തിന്റെ ദൈവമായി അവൻ തന്നെത്താനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. वो इस पृथ्वी का राजा बना के या परमेश्वर बना के वो अपने आप को प्रकट किया. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകളെ മറച്ചു, അല്ലെങ്കിൽ ആത്മീയ കണ്ണുകളെ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയാൻ കാരണം. इसलिए पौल ने बोला है कि इस पृथ्वी के जो अधिकारी जो है इस दुनिया के लोगों की आंखों को बंद कर रखा है. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു ചോദിച്ചാൽ പിശാചിന്റെ പ്രവർത്തികൾ എല്ലാ ഇടങ്ങളിലുമുണ്ട് എങ്കിൽ തന്നെയും ദൈവപ്രവൃത്തി എവിടെ വെളിപ്പെടുന്നു, ഒരു ദൈവസഭ സ്ഥാപിക്കപ്പെടുവാൻ കാരണമായി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അഭിഷക്തന്മാർ എവിടെ കടന്നു ചെല്ലുന്നോ അവിടെയൊക്കെയും ഈ പ്രവർത്തികളുടെ ശക്തി കൂടും. जहाँ जहाँ परमेश्वर के लोग जाके परमेश्वर की राज्य की बढ़ोतरी करने के लिए कोशिश करता है या समाचार सुनाता है, तब ये शैतान और जाग जाता है और वो इस हमारे उस कामों को रोकने के लिए कोशिश करता है. കാരണം അവിടെ ഒരു അഭിഷക്തൻ അവിടെ ചെല്ലുമ്പോൾ പിശാചിന് മനസ്സിലാകും തൻ്റെ കരങ്ങളിലിരിക്കുന്ന ജനങ്ങൾ വിടുവിക്കപ്പെടും, തൻ്റെ ആധിപത്യം അല്ലെങ്കിൽ തൻ്റെ ആ ഭരണം നടക്കുന്ന ഏരിയകളിൽ നിന്നും ആത്മാക്കൾ വിടുവിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് വിവിധമായ കാര്യങ്ങൾ അവൻ അവിടെ ചെയ്യുവാനിടയാവും. वो इसलिए कि वो जो अभिषेक वहाँ पे पहुँच के वो परमेश्वर के कार्य को शुरू करते हैं तो शैतान समझने लगता है कि उसका राज्य टूटने वाला है या उसका अधिकार खत्म होने वाला है, समझ के वो काम करने शुरू कर देते हैं. കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ശുശ്രൂഷ തുടങ്ങി. जब मैं केरल में था तो वहाँ पे मैं सेमिनारी में पढ़ रहा था तो हमने वहाँ पे एक सेवकाई शुरू किया. ഞങ്ങൾ തുടർന്ന് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഒരു സിസ്റ്റർ അവരുടെ വീട്, അവരെ ഗൾഫിൽ പോയതുകൊണ്ട് അവരുടെ വീട് ഞങ്ങൾക്ക് വിട്ടു. ഞങ്ങൾ 3 സഹോദരന്മാരാണ് ഒരുമിച്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. जब हम वहाँ पे सेवकाई कर रहे थे तो वहाँ की एक बहन ने वो बाहर रहती थी इंडिया से, तो वो
उनके अपने मकान जो हमें रहने के लिए दिए थे। मेरे साथ 3 और भाइयां थे। ആദ്യം ഞങ്ങളുടെ കൂടെ 2 ഫാമിലികൾ കടന്നു വന്നു. पहले हमारे साथ 2 परिवार आए हैं। അവരോട് ചേർന്ന് ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങി. उनके साथ जुड़ के हमने वहाँ पे सेवकाई शुरू किया। ഇടയ്ക്കിടയ്ക്ക് 7 ദിവസവും 21 ദിവസവും ഒക്കെ ഉപവാസ പ്രാർത്ഥനകൾ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. बीच बीच में हमने 21 दिन का और 21 दिन का वगैरह उपवास रखते थे. അപ്പോഴാണ് ഈ ആദർശ ശക്തിയുടെ പ്രവർത്തനം ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. तब मुझे समझ में आया है कि इस दुष्ट आत्मा के राज्य के बारे में. നിങ്ങൾ സാധാരണമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിശാച് ഒരിക്കലും നിങ്ങളോട് എന്ത് ചെയ്യത്തില്ല. പിശാച് നിങ്ങളെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. अगर आप एक साधारण व्यक्ति है और साधारण तरीके से अपनी ज़िंदगी बिता रहे हो तो शैतान कभी भी आपकी ज़िंदगी में नहीं आएगा, कोई रुकावट आपके लिए नहीं करेगा. കാരണം നിങ്ങൾ അവന്റെ കയ്യിലാണ്. क्योंकि वो पूरी तरह आप उनके हाथ में. നിങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിക്കുകയാണ്. आप परमेश्वर को जानते ही नहीं. അപ്പോൾ അവനറിയാം അവസാനം നരകത്തിൽ പോകും. वो इसलिए वो जानते हैं कि वो पूरी तरह नरक में जाएंगे. ഞാൻ പോകുമ്പോൾ ഇവനെയും കൊണ്ടുപോകും. अगर मैं जाऊंगा तो इसको भी लेके. ഞാൻ പോകുമ്പോൾ ഇവളെയും കൊണ്ടുപോകും. नहीं तो इसको लेके जाएंगे. എന്നാൽ നിങ്ങൾ അവിടുന്ന് മാനസാന്തരപ്പെട്ട് ഒരു ദൈവവേദലായിട്ട് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ लेकिन आप वहां से मन फिरावट पाके परमेश्वर के बच्चे बनके जब जीने लगेगा. പിശാചിന് ഭൂതങ്ങൾക്കും അറിയാം ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഈ വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. शैतान जानने लगेगा कि मेरे हाथ से छूट रहे ये व्यक्ति. അപ്പോൾ അവനെ തന്റെ സർവ്വശക്തിയും തന്ത്രങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങും. तब वो अपने सोच विचार को बदल के आपके विरुद्ध कार्य करने लगता है. നിങ്ങൾ ഉപവസിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. अगर आप उपवास नहीं कर रहे तो कोई बात नहीं होगा. നിങ്ങൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാതിരിക്കണോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. अगर आप वचन नहीं पढ़ते हैं, प्रार्थना नहीं करते तो आपको कोई ऐसा प्रतिकूल नहीं लगेगा. നിങ്ങൾ ഒരു നോർമൽ വിശ്വാസിയായി സഭയിൽ പോവുകയും ആരാധിക്കുകയും ഞായറാഴ്ച ആരാധിച്ചു, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി ഉണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നു, പിന്നെ നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾ മുഴുകി, അങ്ങനെ നിങ്ങളൊരു ഒരു നോമിനൽ ഒരു നാമധേയ ദൈവപൈതലായിട്ട് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പിശാചിന്. अगर आप एक नामधारी मसीह जीवन बिताने वाले व्यक्ति हैं तो आपके जीवन के अंदर कोई भी रुकावट नहीं होगा. എന്നാൽ നിങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ लेकिन आप आत्मिक जीवन के अंदर एक कदम आगे बढ़ाने लगते हैं, സാത്താൻ ഇരിപ്പുറയ്ക്കത്തില്ല. वो शैतान बैठेगा नहीं. അവന് പ്രയാസം, അവനറിയാം ഈ വ്യക്തി നമ്മുടെ കരങ്ങളിൽ നിന്ന് വിട്ടുപോകും. നാം വിടുവിക്കപ്പെടുന്നതോടുകൂടി നമ്മുടെ ചുറ്റുപാടുകൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും, അനേക ജനങ്ങൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും. ഇതെല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിരിക്കുന്നത്. പിശാച് വളരെ ബുദ്ധിശാലിയായിരിക്കണം, അവനത് മനസ്സിലാക്കും ഉടനെ തന്നെ. जब आप अगर रूपांतर पाने लगता है या तो आपके साथ के लोग भी रूपांतर पाएगा और आपके मोहल्ले के लोग छुटकारा पाएगा. इसलिए शैतान को पता चलेगा कि मेरे हाथ से निकल के जा रहा, मेरा झुंड को ये अपने साथ लेके जा रहे करके पता चलेगा तो वो काम करने शुरू कर देता है. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ തുടങ്ങും, അവൻ്റെ ഏജന്റുകളെ അവൻ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. इसलिए वो अपने साथियों को भी समझाने लगेगा कि इनको रोकने के लिए. ഇവിടെ അവൻ്റെ ഏജന്റുകളെന്ന് ഞാൻ പറഞ്ഞത് പിശാചുകളെ ഭൂതങ്ങളെ അല്ല, മനുഷ്യരെ. वो एजेंट के बारे में जो मैंने बोला है कि उनके मैंने साथियों के बारे में नहीं, इंसान के बारे में ही बोला है. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷ തുടങ്ങി ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ जब हमने वहाँ पे रहते हुए अपना सेवकाई शुरू करके आगे बढ़ रहे थे, അതുവരെ ആ ദേശത്ത് ഉണ്ടായിട്ടില്ലാത്ത മന്ത്രവാദവും ക്ഷുദ്ര ആഭിചാരവും തുടങ്ങി. वहाँ पे जो है तंत्र मंत्र जो और बढ़ने लगा, അന്യാരാധനകൾ തുടങ്ങി, ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അതുവരെയും അവിടെ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഉത്സവം ഒന്നും നടന്നിട്ടില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങൾ 7 ദിവസം 21 ദിവസം തുടർന്ന് ഒരു വർഷത്തിൽ 4-5 പ്രാവശ്യം ഇതുപോലത്തെ ലോങ് ഉപവാസങ്ങൾ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അതിശക്തമായിരിക്കുന്ന മന്ത്രവാദങ്ങളും ഉത്സവങ്ങളും എല്ലാം തുടങ്ങി. जब हमने वहाँ पे रहते हुए उपवास करके 7 दिन का और 21 दिन का उपवास रख के प्रार्थना करके सेवकाई शुरू कर रहे थे, तो जब सेवकाई शुरू हो गया वहाँ पे थोड़ा छुटकारा होने लगा तो शैतान जागने लगा. वहाँ पे तंत्र मंत्र और मूर्ति पूजा वगैरह बढ़ने लगा. ഭയങ്കരമായിട്ടുള്ളതായിരിക്കുന്നു. എന്നും അവരുടേതായ ആരാധനാലയങ്ങളിൽ ഭയങ്കര പാട്ടുകളും ബഹളങ്ങളും തിരുവിളകളും എല്ലാം നടക്കാൻ തുടങ്ങി. उनके मंदिर में जो है ज़्यादा वो പ്രാർത്ഥന और ये തന്ത്ര മന്ത്ര ചലने लगा. അതുവരെ ആ ദേശത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പലരും ഞങ്ങളോട് പറയാൻ തുടങ്ങി, ഇത്രയും നാളായിട്ട് ഉറങ്ങിക്കിടന്നതായത് ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇപ്പോൾ ഭയങ്കര ഉണർവാണല്ലോ എന്ന് പറഞ്ഞു. അവരുടെ മണ്ഡലത്തിൽ അവരുടെ ഏരിയയിലത്തെ ഉണർവിനെ കുറിച്ച് പറയുക. वो उस देश के बारे में वहाँ पे रहने वाले लोग जो बताने लगा है कि यहाँ पे ऐसे पहले होता नहीं था लेकिन आजकल कुछ ज़्यादा ही हो रहा. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ സഭ ദൈവമക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി ദേശം വിടുവിക്കപ്പെടും. हाँ, तो इसका मतलब है कि उस देश में रहते हुए जब हम प्रार्थना और उपवास करने लगा
परमेश्वर के वचन बांटने लगा तो शैतान समझ गया कि अभी मेरा यहाँ रहना मुश्किल हो जाएगा। ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പിശാച് പല തന്ത്രങ്ങളോടെ കൊണ്ടുവരാനിടയായി. शैतान बहुत तरीके से हमें वहाँ से निकालने के लिए कोशिश किया, എന്നാൽ പിശാചിനെ ജയിക്കുവാനുള്ള വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. लेकिन शैतान को जीतने का सामर्थ्य और परमेश्वर ने हमें दिया। അവിടെ ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട് ആ ദേശത്ത്. आज एक अच्छा कलीसिया वहाँ पे चल रहा। ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, मेरा बोलने का मतलब ये है, സാത്താന്റെ അധീനതയിൽ ഇരിക്കുന്ന പ്രദേശത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കാരണം അവൻ ഭയപ്പെടുവാൻ തുടങ്ങും. जहाँ शैतान के उस जगह में जब हम कार्य करने लगता है या परमेश्वर के नाम को उठाने लगेगा, तब शैतान कार्य करना शुरू कर देता है। അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവേചനത്തിന്റെ ആത്മാവ് വളരെ അത്യാവശ്യമാണ്. इसलिए हमें ध्यान रखना है कि परखने की उस आत्मा की जरूरत है हमें। വിവേചനത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ ഇതെന്താണ് ഇങ്ങനെ ഈ ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനിടയായി. उस परखने की उस वरदान की सामर्थ्य हमारे अंदर था, इसलिए वो समझ पाए कि हमारे विरुद्ध क्या हो रहा। ഞങ്ങളെ അയൽക്കാരെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയുള്ളവരായിരുന്നു. ഈ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി കഴിഞ്ഞപ്പോൾ അയൽക്കാരെല്ലാം ഞങ്ങൾക്കെതിരായിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. हमारे पड़ोसी लोग शुरुआत में बहुत अच्छे लोग थे, हमारे साथ मिलजुल के रहते थे हम लोग, लेकिन जब प्रार्थना और वचन बांटना शुरू कर दिया तो सब लोग हमारे विरुद्ध हो गया। അവരുടെ ഉള്ളിൽ സാത്താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. उनके अंदर शैतान कार्य करने കാരണം ഞങ്ങളുടെ ആ മുമ്പോട്ടുള്ള ആ പ്രവൃത്തിയെ തടയാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അതെല്ലാം നോക്കി. हमें हमारे आगे बढ़ने के उस रास्ता को रोकने के लिए या वचन की बढ़ोतरी को रोकने के लिए उसने बहुत कोशिश किया। അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ ആത്മീയ വിവേചന വരമുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. इस वरदान की अगर हमारे अंदर सामर्थ्य होगा या परखने की वरदान हमारे अंदर होगा, तभी हम परमेश्वर के उस राज्य के बढ़ोतरी के लिए कार्य कर सकते हैं। ഈ വിവേചന വരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. अब ये वरदान कैसे कार्य करता है करके हम देखेंगे। ഒരു വ്യക്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഏത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപാവരമാണ് ഈ വിവേചനം എന്ന് പറയുന്ന കൃപാവരം. एक व्यक्ति के अंदर कौन सा आत्मा कार्य कर रहे करके देखने के लिए, समझने के लिए इस वरदान का खास जरूरत है। അല്ലെങ്കിൽ ഒരു ദൈവിക ദൂത് അല്ലെങ്കിൽ പ്രവചന ദൂതോ അല്ലെങ്കിൽ ബൈബിൾ ടീച്ചിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമാനുഷികപരമായിരിക്കുന്ന പ്രവൃത്തികളോ ഒക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഏത് ആത്മാവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വിവേചനാത്മാവ് ആവശ്യമാണ്. और ज़्यादा बताऊँ तो जहाँ पे ज़्यादा परमेश्वर की सेवकाई जो बहुत अचंभित रीति से चल रहा हो या कोई छुटकारा हो रहा हो या उसके पीछे कार्य करने वाला आत्मा कौन सा है करके हमें समझने के लिए इस परखने की വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ദുരാത്മാവ് പ്രവചനദൂത് തരും, ദുരാത്മാവ് ബൈബിൾ പഠിപ്പിക്കും നിങ്ങളെ, ദുരാത്മാവ് നിങ്ങളെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. दुष्ट आत्मा भी वैसे ही कार्य करेगा जैसे परमेश्वर के लोग कार्य करते हैं, वैसे वो भी अपना चिन्ह और चमत्कार दिखाएगा। കാരണം അവൻ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കാണിച്ച് യഥാർത്ഥ ദൈവവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനസ്സിലാക്കാത്ത രീതിയിൽ മനുഷ്യനെ കബളിപ്പിക്കുന്നത് പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. वो इसलिए कि परमेश्वर की काम को लोग समझने ना पाए, इसलिए वो उसका एक चाल है ये ऐसे करके दिखाना. അതുകൊണ്ട് നമ്മൾ ഈ ദുരാത്മാക്കൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ കാര്യങ്ങളും സാത്താനെ കുറിച്ചും ദുരാത്മാക്കളെ കുറിച്ചും ഒക്കെ ഒരു ജനറൽ ആയിട്ടുള്ള നോളജ് എങ്കിലും നമുക്ക് ആവശ്യമാണ്. इसलिए शैतान के बारे में या उसके राज्य के बारे में थोड़ा बहुत नॉलेज या समझना हमें जरूरी है. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ക്രൈസ്തവ മണ്ഡലങ്ങളിൽ തന്നെ അനേക കൾട്ട് ശുശ്രൂഷകളുണ്ടെങ്കിൽ ദുരുപദേശം പഠിപ്പിക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ കൂട്ടായ്മകളെന്നോ അതിനെന്താ അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല, സഭകൾ ഒന്നും അങ്ങനെ പറയാനൊക്കത്തില്ല, ദുരുപദേശം പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. परमेश्वर के नाम से चलाने वाले कुछ कलीसियाएं जो है परमेश्वर के विरुद्ध या गलत बातों को सिखाने वाले भी ऐसे बहुत ग्रुप है. അതുകൊണ്ട് ഭൂതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദുരാത്മാക്കളുടെ കുറിച്ചുള്ള ഏകദേശം ഒരു അറിവ്, ഒരു ജനറൽ നോളജ് നമുക്കുണ്ടായിരിക്കും നല്ലതാണ്. इसलिए दुष्ट आत्माओं के बारे में थोड़ा बहुत समझ रखना जरूरी है. ഇനി ഈ ഭൂതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, इस दुष्ट आत्मा का खास स्वभाव क्या है? നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ പറഞ്ഞു അവൻ കള്ളനാണ്, ഭോഷ്കിൻ്റെ പിതാവാണ്, ആദ്യം മുതലേ അവൻ ഭോഷ്ക് പറയുന്നു എന്നൊക്കെയും കർത്താവ് വളരെ ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
यीशु मसीह खुद ही बोला हुआ है कि शैतान के बारे में कि वो चोर है, वो झूठ बोलने का पिता है, झूठ का बाप है, ये सब यीशु मसीह ने खुद बोला हुआ है। അതുകൊണ്ട് സത്യം പോലെ തന്നെ പിശാച് കള്ളം പറയും. इसलिए वो सच्चाई के तरीके से वो झूठ भी बोलेगा। അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളുടെയും പുറകിൽ പിശാചിന്റെ ഒരു വലിയ തന്ത്രപരമായ പ്രവർത്തനമുണ്ട്. इसलिए हर एक बीमारियों के पीछे शैतान कार्य करता है। ഏത് രോഗമാണെങ്കിലും അതിന്റെ പുറകിൽ പിശാചിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. कोई भी तरीके की बीमारी हो उसके पीछे शैतान का एक कार्य। രോഗം എന്ന് പറയുന്നത് ജലദോഷവും അല്ലെങ്കിൽ ചെറിയ പനിയോ ക്ലൈമറ്റ് മാറുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന വേരിയേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. मैं जो वो बीमारी के बारे में बोल रहा हूँ वो ये नहीं है कि वो जो आपको जुकाम हो गया, सर्दी हो गया, खांसी हो गया, ये तो आम बात है। जो मौसम बदलता है तो आपके शरीर में एक बदलावट आता है, उसके वजह से होता है। उसके बारे में नहीं ചൂടിലേക്കോ ചൂടിൽ നിന്ന് തണുപ്പിലേക്കോ ക്ലൈമറ്റുകൾ മാറുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും അനേക കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേറൊരു ഭൂപ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെയും ഇഴുകി ചേരണതിന് നിങ്ങളുടെ ശരീരത്തിനകത്ത് വേരിയേഷൻസ് ഉണ്ടാകും. അത് രോഗമല്ല. मैं ये नहीं बता रही हूँ कि जब आपका जो सर्दी से गर्मी आ जाती है, गर्मी से सर्दी में जाते हैं तो आपके शरीर के अंदर एक बदलावट आता है, वो कोई बीमारी नहीं है। ഉദാഹരണത്തിന് അന്ധത അല്ലെങ്കിൽ മൂകത അല്ലെങ്കിൽ മ്യൂട്ട്, ഊമ, ചന്ദ്രരോഗം, ക്യാൻസർ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. मैं उस बीमारियों के बारे में बता रहा हूँ जो बोल नहीं सकता, जो गूंगे हैं, जो बहरे हैं, जो चल नहीं पाते हैं, और जो कैंसर है, इन सारे बीमारियों के बारे में मैं बता रहा हूँ. അതുമല്ല ദൈവത്തിന് വിരോധമായി ദൈവവചനത്തിന് വിരോധമായിട്ടുള്ളതായിരിക്കുന്ന പ്രവർത്തികൾ, പാപം പോലുള്ളതായിരിക്കുന്ന പ്രവർത്തികൾ, नहीं तो परमेश्वर के वचन के विरुद्ध होने वाली उस बात, ഇതെല്ലാം ഏതൊരു വ്യക്തിക്കുള്ളിൽ നടക്കുന്നോ, ഏതൊരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ ആ വ്യക്തിയുടെ ഉള്ളിൽ ദുരാത്മാവിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതാണ് അവന്റെ സ്വഭാവം. അത് വെച്ചാണ് നമുക്ക് സാത്താന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. उस व्यक्ति के अंदर कौन सा आत्मा कार्य करते करके हमें समझना है तो हमें उसके अंदर की स्वभाव को समझेगा तो हमें पता चल जाएगा. ഒന്നുകൂടെ ഞാൻ പറയാം, ഭൂതത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാം. शैतान की स्वभाव क्या है करके സത്യമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കള്ളം പറയും. वो हमें लगेगा कि बिल्कुल सच बोल रहे करके, लेकिन वो बहुत बड़ा झूठ होगा. അതുപോലെ തന്നെ പാപം സംബന്ധമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യിപ്പിക്കുക, नहीं तो वो पाप हमारे से पाप कराएगा. അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായ ദൈവവചനത്തിന് വിരോധമായ രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുക. नहीं तो परमेश्वर के विरुद्ध, परमेश्वर के वचन के विरुद्ध बोलने के लिए हमारे अंदर एक इच्छा जताएगा. വിവിധമായ രോഗങ്ങളിൽ കൂടെ പ്രവർത്തിക്കുക. नहीं तो अलग अलग तरीके की बीमारी डाल के उसके अंदर से कार्य करेगा. ഇതാണ് ഭൂതത്തിന്റെ സ്വഭാവം. ये शैतान का स्वभाव. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു പോകട്ടെ. मैं एक बात और साफ बता रहा हूँ आपको. ഇത് ഒരു ഭൂതമല്ല, പല ഭൂതങ്ങളായിരിക്കും പ്രവർത്തിക്കുന്നത്. वो एक शैतान नहीं होगा, उसके साथ उसका झुंड होगा. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. नीचे हम उसको देखेंगे. അപ്പോൾ നമ്മൾ അതിന്റെ സ്വഭാവം പഠിച്ചു. हमने उसका स्वभाव को देखा. കള്ളം പറയുക, രോഗങ്ങൾ ഉണ്ടാക്കുക, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുക, झूठ बोलना और पाप कराना और परमेश्वर के वचन के विरुद्ध कार्य कराना. ഇതൊക്കെ ഏത് വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഏത് വ്യക്തിയിൽ പ്രകടമാകുന്നോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നോ അവരുടെ ഉള്ളിൽ ദുർഭൂതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ये जिस व्यक्ति के अंदर ये सारे आपको दिखाई देगा, इसका मतलब है उसके अंदर कोई दुष्ट आत्मा कार्य कर रहा है. എന്നാൽ ഇത് ജനറലായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. लेकिन हमें आम तरीके से इसको समझना बहुत मुश्किल है. അവിടെയാണ് ഈ വിവേചനത്തിന്റെ കൃപാവരം പ്രവർത്തിക്കുന്നത്. वहाँ पे इस परखने की इस वरदान बहुत कार्य करता है. വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ വിവേചന കൃപയുള്ള വ്യക്തിക്ക് വെളിപ്പെടുത്തി തരും. इस वरदान पाया हुआ व्यक्ति होगा, पवित्र आत्मा बहुत अच्छी तरीके से समझाएगा उस व्यक्ति के अंदर कौन से आत्मा कार्य कर रहा. ഇനി വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂതത്തിന് പേരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. दूसरी बात है कि शैतान को कोई नाम नहीं है. ഹല്ലേലൂയ. ഭൂതത്തിന് പേരില്ലാത്തത് കൊണ്ട് നമ്മൾ ഭൂതത്തിന്റെ പേര് മനസ്സിലാക്കണമെന്ന് വരികിൽ അവന്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഭൂതത്തിന്റെ പേര് മനസ്സിലാക്കണം. अगर हमें भूत का नाम समझना है तो उसको स्वभाव को पहले समझना है. കാരണം ഒരു ഭൂതത്തിനും വ്യക്തിപരമായി പേരില്ല. क्योंकि कोई भी शैतान को, कोई भी भूत को कोई अपना अपना नाम नहीं है. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഊമയും ചെകിടനുമായ ആത്മാവിനെ യേശു ശാസിച്ചു. हम एक जगह परमेश्वर के वचन में पढ़ते हैं, बहरे और गूंगे की उस आत्मा के पाया हुआ उस व्यक्ति को, उस आत्मा को परमेश्वर ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന ഒരു കൊച്ചിന്റെ മേൽ, ഒരു പൈതലിന്റെ മേൽ ഉണ്ടായിരുന്ന ആത്മാവിനെ യേശു ശാസിച്ചു.
उस Epilepsy. एपिलेप्सी लगा हुआ उस बच्चे को उसके अंदर की दुष्टात्मा को परमेश्वर ने डांटा करके हम देखते അപ്പൊ ഏത് രോഗമാണോ ഒരു ഒരു ദുരാത്മാവ് ചെയ്യുന്നത് ആ രോഗത്തിന്റെ ആത്മാവ്, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പേരില്ല. हैं। उस आत्मा को कोई नाम नहीं है, कोई शैतान को कोई नाम नहीं है। അതുകൊണ്ട് നമ്മൾ ഭൂതത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ഭൂതത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. हम शैतान को कोई नाम लेके उसको हटा नहीं सकता, लेकिन उस दुष्टात्मा का नाम लेके उसको हटा सकता। ഒരുപക്ഷെ ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ, ഞങ്ങൾ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പലരുടെയും പേരുകൾ അവർ പറയാറുണ്ടല്ലോ എന്നൊക്കെ. शायद मुझे सुनने वाले परमेश्वर के पासवान लोग होंगे, वो लोग पूछ सकते हैं, लेकिन बहुत बार हमने पूछा है कि तेरा नाम क्या है करके, तो वो नाम बताते हैं। അത് അവന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ. वो अपने स्वभाव को प्रकट कर ഞാൻ പറഞ്ഞല്ലോ, കള്ളം സത്യം പറയുന്ന സത്യം പോലെ നമുക്ക് തോന്നുന്നത് പോലെ കള്ളം പറയും. शैतान का स्वभाव हमने देखा है कि जैसे हमें लगेगा कि सच बोल रहे वैसे ही वो झूठ बोलेगा। അതുകൊണ്ട് കള്ളമാണ് അവൻ അവിടെ പറയുന്നത്. वहाँ पे वो झूठ बोलते हैं। അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്യുന്ന വലിയൊരു തന്ത്രമാണ്. उस सेवकाई को रोकने के लिए करने वाला एक चाल है वो। ഇനിയും ഭൂതത്തിന്റെ എണ്ണം അല്ലെങ്കിൽ സംഖ്യ, अब इस दुष्टात्मा का झुंड, नहीं तो गिनती क्या है? ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, ഒരു ഭൂതമായിട്ട് ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തില്ല. एक दुष्टात्मा जो है किसी व्यक्ति के अंदर कार्य नहीं करता। ഭൂതങ്ങൾ ഒരു കൂട്ടമാണ്, ഒരു ഗ്രൂപ്പാണ് എപ്പോഴും. दुष्टात्माएं एक झुंड जैसे होता है। അവർക്കൊരു ഹെഡ് ഡിമൻ ഉണ്ടായിരിക്കും, ഹെഡ് ഡിമൻ, അവരുടെ ഒരു നേതാവ് ഉണ്ടായിരിക്കും. उसको एक अधिकारी होगा। ആ നേതാവിനോടുകൂടെ ചേർന്ന് ചില കുട്ടിഭൂതങ്ങൾ അല്ലെങ്കിൽ ചില ദുരാത്മാക്കൾ കൂടെ ചേർന്ന് പ്രവർത്തിക്കും. उस अधिकारी के साथ कुछ छोटे छोटे दुष्टात्माएं मिलके एक झुंड के समान उसके अंदर कार्य करते हैं। അങ്ങനെ അല്ലാതെ ഒരു ഭൂതം മാത്രം ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തില്ല. कभी भी एक व्यक्ति के अंदर एक शैतान या दुष्टात्मा कार्य नहीं करती। ഈ തേനീച്ചയുടെ ഒക്കെ കാര്യം പറഞ്ഞു പറയാം, ഭൂതങ്ങളുടെ കാര്യങ്ങൾ. ये जो है हनी बी वेरा के बारे में आप देखेंगे। തേനീച്ചയുടെ റാണി തേനി ഈച്ച എവിടെ ഇരിക്കുന്നോ അവിടെ മറ്റുള്ള ഈച്ചകളെല്ലാം വന്നിരിക്കും. ये मादा मक्खी जहाँ बैठते हैं वहीं बाकी सारे मक्खियाँ जाके बैठते हैं। അത് പറന്നു പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. अगर वो उड़ गए तो बाकी सारे जो मक्खियाँ उड़ जाएगी। ഇതുകൊണ്ടാണ് പലയിടങ്ങളിലും ദൈവ അഭിഷക്തന്മാര് ചില ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ചില എന്താ പറയുന്ന ഒരു ചെറിയൊരു മാറ്റം പോലെ തോന്നുമെങ്കിലും പിന്നെ വേറെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഈ ഭൂതം പിടിച്ച വ്യക്തി പ്രകടിപ്പിക്കാൻ കാരണം. शायद एक बार जब सेवकाई करने के समय जो पासवान पर लोग प्रार्थना करते हैं तो शायद हमें दिखेगा कि वो निकल गया करके, लेकिन कुछ और परिस्थिति उनके सामने आएगा तो उनका दूसरा दुष्टात्मा कार्य करने लगेगा। കാരണം അവർ ശാസിക്കുമ്പോൾ ഹെഡ്ഡിമൻ ഒരിക്കലും ചിലപ്പോൾ ആ വ്യക്തിയെ വിട്ട് പോകത്തില്ല. ഏതെങ്കിലും ഒരു കുട്ടിഭൂതം അല്പസമയത്തേക്ക് അവരെ വിട്ട് മാറിയിരിക്കും. जब उनको वो डांटते हैं तो उस समय जो शायद एक दुष्टात्मा निकल जाता है, लेकिन उनका जो सिर जो होता है, अधिकारी जो होता है, उनके अंदर ही रहेगा। ഭൂതം വിട്ടുപോയതുപോലെ തോന്നിക്കും. हमें लगेगा कि वो निकल गया करेगा। ഞാൻ പഞ്ചാബിൽ ഒരിടത്ത് ശുശ്രൂഷയ്ക്കായി പോയിട്ട് തിരിച്ചു വരേണ്ട, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് തിരിച്ചു വരണം, ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. जब एक बार मैं पंजाब में अपने सेवकाई कर रहे थे तो वहाँ पे सेवकाई करके मेरे को रात को ही वापस आना था, ट्रेन बुक हो चुका। എന്നെ അവിടെ കൊണ്ടുപോയ ദേവദാസം പറഞ്ഞ പാസ്റ്റർ ഒരു വീട്ടിൽ പോയി അത്യാവശ്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാനൊക്കെ. जब मुझे वहाँ पे लेके गया हुआ एक पासवान ने कहा कि पास्टर जी एक जगह जाके प्रार्थना करके രാത്രി 10:45 എനിക്ക് അവിടുന്ന് തിരിച്ച് ട്രെയിൻ. मुझे वहाँ रात को 11:15 बजे की ट्रेन है। ഞങ്ങൾ 7:30 ആയപ്പോൾ ആ വീട്ടിൽ ചെന്നു. हम 7:30 बजे उस घर में അല്പസമയം പാട്ട് പാടി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു. थोड़ी देर हमने वहाँ पे बैठ के प्रार्थना किया, गाना गाया, परमेश्वर के वचन से सिखाया। അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വീട്ടിലുള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. उसके बाद उस घर के लोग बोलने लगे कि हमारे लिए थोड़े प्रार्थना करो। ഞാൻ എല്ലാവർക്കും വേണ്ടി പൊതുവായി പ്രാർത്ഥിച്ചു. मैंने सबके लिए प्रार्थना की। അപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു. वहाँ पे एक लड़की थी 16 साल की। അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. उसके लिए अलग से प्रार्थना करने के लिए ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു അങ്ങനെയല്ല, അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. उन्होंने बोला नहीं, उनको अलग से उनके सिर के ऊपर हाथ रख के प्रार्थना करना। ഞാൻ പറഞ്ഞു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി എനിക്ക് പോകാനൊക്കത്തില്ല. तो मैंने कहा कि अगर मैं इसके सिर के ऊपर हाथ रख के प्रार्थना करूं तो मैं आज रात को नहीं जा पाएंगे। അവർ പറഞ്ഞു വളരെ നിർബന്ധിച്ചില്ല, പാസ്റ്റർ ജസ്റ്റ് ഒന്ന് ബ്ലസ് ചെയ്യണം. उन्होंने बोला कि नहीं, इनको खाली आप ब्लस कर दो। ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു പാസ്റ്റർ ഇത് വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, എൻ്റെ യാത്ര മുടക്കും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകാം, ഞാൻ തലയിൽ കൈവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു.
मैंने कहा है कि मेरा आज रात को जाना जरूरी है, मेरा जाना रुक जाएगा अगर इसको प्रार्थना करने लगे। എന്നാൽ അവർ വളരെയധികം നിർബന്ധിച്ചു. लेकिन वो बहुत मुझे बोलने लगा ഞാൻ कि प्रार्थना ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു. എനിക്കറിയാം എൻ്റെ യാത്ര തടസ്സപ്പെടുമെന്ന് വ്യക്തമായിട്ട് എനിക്ക് വിവേചനം ദൈവാത്മാവ് തന്നതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. मुझे पवित्र आत्मा ने पहले अगुवाई दिया था, इसलिए मैंने ऐसे ऊपर से मैंने प्रार्थना की. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവളെ അനുഗ്രഹിച്ച ഉടനെ അവൾ താഴെ വീണു. जब मैंने यीशु मसीह के नाम से उनको ब्लेस किया तो वो नीचे गिर गई. ഇഴജന്തു എഴയുന്നത് പോലെ അവൾ അവിടെ കിടന്ന് എഴയാൻ തുടങ്ങി. जैसे एक सांप चलते हैं वैसे वो चलने लगी. അതിശക്തമായിട്ട് എഴയാൻ തുടങ്ങി. वो ऐसे चलने लगी. ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ, സംഭവം അങ്ങ് ഇളകി. मैं बोल रहा हूँ कि वो उसका अंदर से जो दुष्ट आत्मा निकलने लगा. അവസാനം അവൾക്ക് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. उसके बाद मैंने प्रार्थना करके उसको पानी दिया. ഒരു പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ച, बिल्कुल पतली सी एक लड़की थी. 25 ലിറ്റർ ഉള്ള ഒരു ബക്കറ്റ് മുഴുവൻ അവൾ മഞ്ഞ നിറത്തിലുള്ള വെള്ളം ഛർദ്ദിച്ചു. और उसके बाद एक 25 लीटर आने वाले एक बाल्टी भर के उसने पीले कलर का पानी निकाल दिया. ഇത്രയും സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ മണി 9:45. इतने होते 9:10 बजे. എനിക്ക് 10:45 അമൃത്സറിലുള്ളതായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 10:40 ആകുമ്പോഴെങ്കിലും എനിക്ക് എത്തണം. 11:30 तक मुझे उस रेलवे स्टेशन पहुंचना है. ഇത് യാതൊരു രീതിയിൽ വിട്ടുപോകുന്ന ലക്ഷണമില്ല. ये छोड़ने का नाम नहीं ले रहा. അവസാനം ഞാൻ പ്രാർത്ഥിച്ച് അത് നിർത്തിയിട്ട് എനിക്ക് പോരേണ്ടി വന്നു. उसके बाद मुझे प्रार्थना करके उसको रोक के आना पड़ा. അതിനുശേഷം പിന്നെ നാളുകൾക്ക് ശേഷം അവിടെ കടന്നു ചെന്ന് പ്രത്യേക ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചതിന് ശേഷമാണ് ആ ദുരാത്മാക്കളെ മുഴുവനുമായിട്ടും ആ പെൺകുഞ്ഞിൽ നിന്നും പുറത്താക്കുവാൻ കഴിഞ്ഞത്. उसके बाद फिर मुझे दोबारा वहाँ पे बुलाया उस लड़की के लिए प्रार्थना करने के लिए, जो एक उपवास प्रार्थना रख के हमने उसको निकाला. കാരണം ഇവർ ദുരാത്മാക്കളുമായിട്ട് നേർച്ചകൾ നൽകും അല്ലെങ്കിൽ ടൈ ചെയ്യും. ये लोग जो है दुष्ट आत्माओं के साथ मन्नत मांगते हैं. അതൊക്കെ ബ്രേക്ക് ചെയ്തില്ലെന്ന് വരികിൽ പിശാച് പിന്നെ അവരെ തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കും. उसको अगर हमने काटा नहीं गया या खत्म नहीं किया तो वो बार हमारा पीछा करेगा. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നല്ല, അവർക്കൊരു തലവനുണ്ടായിരുന്നു. അവൻ്റെ പേര് പറഞ്ഞു. അതൊന്നും നമുക്ക് പബ്ലിക്കായിട്ട് പറയാനൊക്കത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാ പേരുകൾ പറഞ്ഞു. എനിക്ക് ഈ കാര്യം അറിയാതിരുന്നത് കൊണ്ട് ഞാൻ അവരെ ശാസിക്കുവാനായിട്ടിടയായി. हाँ, उसके अंदर से बहुत सारे दुष्ट आत्माएं निकलने लगा. उसके जो अधिकारी थे उसके नीचे छोटे जो दुष्ट आत्माएं और भी थे. मैं उनको नाम जानता था, मैं अच्छी तरह पहचानने वाले थे, इसलिए मैंने उसको अच्छी तरह डांट के उसको निकाला. കാരണം ഭൂതങ്ങൾക്ക് പേരില്ല, അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ പേരുകളെ കടമെടുക്കുകയാണ്. वो क्योंकि शैतान को कोई नाम नहीं है, इसलिए वो दूसरों का नाम उधार लेते हैं. എന്നിട്ട് ആ കടമെടുക്കുന്ന വ്യക്തിത്വത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ അതുപോലെ അഭിനയിച്ച് കാണിക്കും. उस उधार लिया हुआ उस नाम के अनुसार वो कार्य प्रकट करके दिखाने लगते हैं. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത് ഈ സംഭവം തന്നെയാണെന്ന് വിചാരിക്കും. हम सोचेंगे कि चलो ये वही व्यक्ति है. എന്നാൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല. കള്ളമാണ്. അത് സത്യം പോലെ കള്ളം സത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. लेकिन वो झूठ एक सच की तरीके से हमें समझाते हैं. ഹല്ലേലൂയ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാതിന്. मैं परमेश्वर की वचन से उसके लिए एक दृष्टांत बताना चाहता हूं. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ मरकुस समाचार उसका 5 का 19 से लेकर अगर हम पढ़ें, അവിടെ നമുക്ക് കാണാൻ കഴിയും കർത്താവായ യേശു ക്രിസ്തു ഗദര ദേശത്തേക്ക് കടന്നു പോവുകയാണ്. वहाँ पे हम देखते हैं यीशु मसीह जो है गदर देश में जा रहे हैं. അവിടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ എതിരേറ്റ് വരുന്ന ഒരു ഭൂതത്തെക്കുറിച്ച്, ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. वहाँ पे हम देखते हैं यीशु मसीह के सामने उनके सामने एक शैतान से पीड़ित या दुष्टात्माएं जिनके अंदर से एक व्यक्ति उनके सामने आ रहा है. അവൻ കല്ലറകളിലായിരുന്നു അവൻ്റെ വാസം. അവൻ്റെ അടുത്ത് ആർക്കും ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. സ്വയമായിട്ട് അവൻ മുറിവെടുത്തുമായിരുന്നു. അങ്ങനെ ഒത്തിരി അതെല്ലാം സ്വഭാവങ്ങളാണ്, ഭൂതത്തിന്റെ സ്വഭാവങ്ങളാണ്. हम वहाँ देखते हैं उस व्यक्ति के अंदर के स्वभाव को. वो कब्रिस्तान में रहते थे, दूसरे लोगों को चोट लगाता था. ये सारी बातें हम वहाँ पे पढ़ते हैं. അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നമുക്ക് സമയമില്ല. ഞാൻ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ വായിച്ച് 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. യേശു ആകെപ്പാടെ ചോദിച്ച് ഒരു ഭൂതത്തിനോട് ചോദിച്ച് ഒരിടത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. वहाँ पे हम देखते हैं यीशु मसीह ने खाली उससे एक ही सवाल पूछा है कि तेरा नाम क्या है. യേശു എന്താണ് അങ്ങനെ പേര് ചോദിച്ചതെന്ന് പരിശുദ്ധാത്മ വേദപുസ്തകത്തിൽ അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം, യേശു പേര് ചോദിക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, यीशु मसीह ने उसका नाम क्यों पूछा, അത് നമുക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഭൂതത്തിന് പേരില്ല. परमेश्वर अपने बच्चों को समझा रहे हैं कि शैतान को कोई नाम नहीं. അവിടെ ആ മനുഷ്യനിലുള്ള ഭൂതങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? उस शैतान ने क्या बोला है? ഞങ്ങള് പലരാകുന്നു.
हम बहुत लोग हैं। എന്ന് പറഞ്ഞിട്ട് അന്ന് റോമാൻ സാമ്രാജ്യത്തുണ്ടായിരുന്ന ഒരു 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 പട്ടാളത്തിൻ്റെ ഒരു ടൈറ്റിലാണ് അവർ പേരായിട്ട് പറഞ്ഞത്. वहाँ पे उस जो शैतान के जो ग्रुप जो है वो ऐसे करके बता रहे हैं, उस रोमन राज्य के एक सेना के झुंड के बारे में 12,000 വെച്ച് 5 ഗ്രൂപ്പുകളായിട്ടുള്ളതായിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ 6,000 പേര് വരുന്നതായ ഒരു ഗ്രൂപ്പ്, ഒരു പട്ടാളം. 6,000 के एक झुंड जैसे बना हुआ एक ग्रुप, 12 പേര് വെച്ച് 5, 12 5 6 വരെ 12 लोग के ऐसे जो 12 झुंड, 12,000 വെച്ച് 5 ഗ്രൂപ്പ്, 12,000 के हिसाब से 5 ग्रुप, അത് 60,000 പേര് വരും, 6,000 പേര് വരും. 6,000 लोग होते हैं. ആ 6,000 പേരുള്ളതായിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ലേഗിയോൻ എന്ന് പറയുന്നത്. इस 6,000 झुंड के ग्रुप का नाम है कि लेगियोन. ഈ ലേഗിയോൻ എന്ന് പറയുന്നത് ഒരു 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 പറ്റം ദൂതന്മാരെ, അല്ലെ ഒരു പറ്റം അദൃശ്യ ജീവികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് കുറിക്കുന്നത്. वो एक झुंड के बारे में बताते हैं. ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ്, ഗ്രൂപ്പ് ഓഫ് എന്താ പറയുന്നത്, അദൃശ്യ ജീവികൾ. ये एक झुंड है, एक दुष्टात्मा का एक झुंड है. അത് ലേഗിയോൻ എന്നുള്ള വാക്ക് റോമൻ പട്ടാളത്തിൽ നിന്ന് എടുക്കപ്പെട്ട വാക്കാണ്. ये लेगियोन, ये जो नाम लिया हुआ है वो उस रोमन के उस सेना के उस नाम से लिया എന്ന് പറഞ്ഞാൽ 6,000 പേരുള്ള ഒരു 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 പട്ടാളമാണ്. ആ പട്ടാളത്തിനാണ് ലേഗിയോൻ എന്ന് പറയുന്നത്. उस 6,000 लोगों की एक झुंड है, उस झुंड के लिए बोलते हैं इस नाम. അപ്പോൾ യേശു ചോദിച്ചപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ 6,000 പേര് ഈ മനുഷ്യന്റെ ശരീരത്തുണ്ടെന്നാ. जब यीशु मसीह ने उसका नाम पूछा तो उन्होंने ये बताया कि 6,000 दुष्टात्मा. യേശു ചോദിച്ചത് എന്തുവാ, നിന്റെ പേരെന്നാന്നോ? यीशु मसीह ने पूछा था कि तेरा नाम क्या है, പക്ഷെ പറഞ്ഞ എന്തുവാ, ഞങ്ങൾ 6,000 പേരുണ്ടെന്നോ. लेकिन उसने बोला है कि हम 6,000 लोग. ലേഗിയോൻ എന്ന് പറയുന്ന പിശാചിന്റെ പേരല്ല കേട്ടോ, നിങ്ങളത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. लेगियोन कोई शैतान का नाम नहीं है, കാരണം പിശാചിന് പേരില്ല. क्योंकि शैतान को कोई नाम नहीं. യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്തും യേശുക്രിസ്തു ഇതേ വാക്ക് പറഞ്ഞതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് यूहन्ना रचित समाचार में हम देखते हैं जब यीशु मसीह को पढ़ के लेके ഇപ്പോൾ जाते എൻ്റെ പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 12 ലേഗിയോനിലും അധികം ദൂതന്മാരെ അയക്കാൻ എനിക്ക് പ്രാർത്ഥിച്ചുകൂടായോ എന്ന് പറഞ്ഞ് യേശു ചോദിക്കുന്നു. अगर मैं अपने पिता से प्रार्थना करूं तो 12 लेगियोन से भी ज्यादा दूतों को या सेनाओं को परमेश्वर मेरे साथ भेजेगा करके എന്ന് പറഞ്ഞാൽ 12 എൻ്റെ 6,000, मतलब 12 × 6. അത്രത്തോളം ദൂതന്മാരെ അയക്കാൻ കഴിയത്തില്ലയോ? ദൈവത്തിന് അയക്കാൻ കഴിയും. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം അയക്കും, എൻ്റെ പിതാവ് അയക്കും എന്നാണ് പറഞ്ഞത്. इसका मतलब है अगर ऐसा मैं प्रार्थना करूं भेजने के लिए तो मेरा पिता जरूर भेजेगा. അതൊരു പട്ടാളത്തിന്റെ കണക്ക്, പട്ടാളത്തിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് കുറിക്കുന്നത്. वो एक सेना के बारे में वहाँ बताते हैं. അപ്പോൾ ഒരു വ്യക്തിക്കുള്ളിൽ 6,000 ഭൂതങ്ങൾ കയറിയിരുന്നു നമുക്ക് കാണാൻ കഴിയും. तो हमने देखा है कि एक व्यक्ति के अंदर 6,000 दुष्ट आत्माएं. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഇതാണ്, ഭൂതങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിട്ട് ഒരു വ്യക്തിയിലും പ്രവർത്തിക്കത്തില്ല. शैतान कभी भी अकेला एक व्यक्ति के अंदर नहीं घुसेगा, ना कार्य करेगा. അവർക്കൊരു ലീഡർ കാണും, ഒരു ഗ്രൂപ്പ് ലീഡർ കാണും. ആ ഗ്രൂപ്പ് ലീഡറിന്റെ കീഴിൽ ചെറിയ ചെറിയ മറ്റുള്ള ഭൂതങ്ങൾ, അല്ലെങ്കിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന, ഒന്നിനോടൊന്ന് റിലേറ്റഡ് ആയിരിക്കുന്ന, ഒരു രോഗത്തോട് വേറൊരു റിലേറ്റഡ് ആയിരിക്കുന്ന രോഗങ്ങൾ വരുത്തുന്ന ദുരാത്മാക്കൾ പ്രവർത്തിക്കും. उसका एक अधिकारी होगा और उसके नीचे कार्य करने वाले बहुत सारे उसके दुष्टात्माएं होंगे. या एक बीमारी हो तो उसके उस बीमारी के साथ जुड़ते हुए कार्य करने के लिए अलग अलग तरीके की बीमारी उनके अंदर होगी. വേദപുസ്തകത്തിന്റെ കണക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം ഒരു ഏറ്റവും ചെറിയ ഗ്രൂപ്പിൽ 7 പേരെങ്കിലും കാണും. परमेश्वर के वचन के आधार पर हम देखेंगे तो ये एक छोटे से झुंड के अंदर कम से कम 7 लोग तो होंगे. രണ്ടാമതൊരു ഉദാഹരണം നിങ്ങൾക്ക് വേദപുസ്തകത്തിനകത്ത് മനസ്സിലാക്കണമെങ്കിൽ, दूसरा एक दृष्टांत अगर परमेश्वर के वचन से अगर हम ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, लूका रचित समाचार उसका 8:2 पढ़ेंगे. അവിടെ നമുക്ക് മറിയ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് കാണാൻ കഴിയും. वहाँ पे हम एक बहन के बारे में देखते हैं, मरियम नाम की. അവരെ കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ ഭാഗം മാത്രം. वहाँ पे थोड़ा सा पढ़ के देखेंगे हम. 8:2 और वे 12 उसके साथ थे, और जितने स्त्रियां भी जो दुष्टात्माओं से और बीमारियों से छुड़ाई गई थी, और वे ये है मरियम जो मदलिनी कहलाती थी, जिसमें से 7 दुष्टात्माएं निकली थी. ഉണ്ടോ? മറിയം മഗ്ദലന മറിയത്തിൽ നിന്നും 7 ദുരാത്മാക്കളെ യേശു പുറത്താക്കി. वो मगदलिनी मरियम के अंदर से भी 7 दुष्टात्माएं परमेश्वर ने निकाले थे. അപ്പോൾ മിനിമം 7 ഭൂതങ്ങളെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ട്. ഏറ്റവും ചെറിയ ഗ്രൂപ്പ്, അവിടെ ഏറ്റവും ചെറിയ ഭൂതങ്ങൾ, ഏറ്റവും ചെറിയ ഗ്രൂപ്പാണ് 7 പേര്.
इसका मतलब है कि सबसे छोटा झुंड जो है कम से कम 7 दुष्ट आत्माएं उनके होती है। ഒരു ഹെഡ് ഡിമൺ, അവരുടെ താഴെ 6 പേര്. उसका एक सिर, एक अधिकारी और उसके साथ नीचे कार्य करने वाले 6 लोग. അത് രോഗമാണെങ്കിൽ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കൾ. अगर वो कोई बीमारी है तो उस बीमारी के साथ जुड़ के 6 तरीके की अलग अलग बीमारी से जुड़ा. അത് രോഗമാണെങ്കിൽ രോഗവുമായിട്ട് ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്. हाँ, अगर गरीबी है तो उसके अंदर कार्य करने वाले अलग अलग छोटे छोटे ग्रुप. ശാപമാണെങ്കിൽ ശാപവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് 7 പേര്. श्राप है तो श्राप के साथ जुड़ते हुए कार्य करने वाले 7 लोग. ഇങ്ങനെയായിരിക്കും ഇവര് മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദേശത്ത് പ്രവർത്തിക്കുന്നത്. यही लोगों के अंदर ऐसे झुंड बन के कार्य करता है या देश के अंदर झुंड बन के कार्य करता है. അതുകൊണ്ട് ഭൂതം ഒരിക്കലും ഒരുമിച്ച് വരുന്നില്ല, അവരൊരു ഗ്രൂപ്പായിട്ട് മാത്രമേ വരത്തുള്ളൂ. शैतान कभी भी अकेला नहीं आएगा, वो एक झुंड के साथ आता है. ഹല്ലേലൂയ. ഇനിയും ഇവരുടെ ശക്തിയും ബലവും തിരിച്ചറിയണമെന്ന് വരികിൽ और इसके अगर सामर्थ्य और ताकत को अगर आपको देखना है तो അത് എപ്പോഴാണോ ആ വ്യക്തിയിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ദുരാത്മാക്കൾ ഒരു വ്യക്തിയിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന സമയത്താണ് അവരെ ഏറ്റവും കൂടുതൽ അവരുടെ ശക്തി വെളിപ്പെടുത്തുന്നത്. हाँ, जब हम अगर कोई दुष्ट आत्मा जिसके अंदर है उनके लिए प्रार्थना करते हैं तो वो निकलने के समय जो है वो अपना पूरा ताकत दिखाते हैं. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുമായിട്ടുള്ള ടൈ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളതായിരിക്കുന്ന ആ എന്താ പറയുന്നത് അവർ ചെയ്തിരിക്കുന്ന അതിനെന്താ മലയാളം പറയുന്നത്, ഒരു പ്രതിജ്ഞ, അവരുമായിട്ടൊരു ടൈയപ്പ് ഉണ്ടാക്കിയിരിക്കും. ആ ടൈയപ്പ് ബ്രേക്ക് ആകാതിരിക്കുന്നത് കൊണ്ട് മാക്സിമം ബലം പിടിക്കും, അല്ലെങ്കിൽ മാക്സിമം ശക്തി പ്രകടിപ്പിച്ച് കാണിക്കും ആ ശുശ്രൂഷ ചെയ്യുന്നവരെ ഭയപ്പെടുത്തുവാൻ, പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ. जिस दुष्ट आत्मा जिसके अंदर है उस व्यक्ति से वो दुष्ट आत्मा छोड़ के जाने के लिए बहुत अपना वो दिखाएगा, क्योंकि उसने मन्नत मांग रखा है. उस मन्नत को तोड़ने के लिए, तोड़ के जाने के लिए वो बहुत मुश्किल होगा. इसलिए उसको तोड़ने के लिए जब हम प्रार्थना करते हैं तो वो पूरा ताकत दिखाते हैं ना छोड़ने के लिए. അതുമാത്രമല്ല, ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഭൂതങ്ങളെ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഭൂതങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ മനസ്സിലായി കഴിയുമ്പോൾ മാക്സിമം അടവുകൾ അല്ലെങ്കിൽ മാക്സിമം തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കാൻ തുടങ്ങും. जब वही शैतान के ग्रुप को पता चल जाएगा कि प्रार्थना करने वाले या पासवान लोग जो इसके बारे में समझ गया है तो वो पूरा कोशिश करेगा उसके अंदर से ना निकलने के लिए. അവർ ദേശത്തിന്റെ മുഴുവൻ അധിപതിയാണെന്നൊക്കെ പറയും. वो बोलेगा कि मैं पूरा देश का राजा हूँ, ഇത് മുഴുവൻ എന്റേതാണെന്ന് പറയും. ये सब कुछ मेरा है. എന്നെല്ലാം ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞ് ഫലിപ്പിക്കും. അവര് അതിന്റെ അത് പറയുന്നത് സത്യമാണെന്നുള്ള രീതിയിൽ പറയുവാനിടയാവും. वो जैसे वो बोल रहा सच है करके दिखाने के लिए बहुत सारे ऐसे चाल चलेगा. ചില കാര്യങ്ങൾ സത്യമാണെന്ന്, അല്ലെങ്കിൽ ഈ ഭൂതങ്ങൾ കുടിയിരിക്കുന്ന വ്യക്തി അവരുമായിട്ട് ചില കാര്യങ്ങളുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപക്ഷെ അവർ ചെയ്ത് കാണത്തില്ലായിരിക്കാം, ചെയ്തതായിട്ടൊക്കെയും പറഞ്ഞ് ഫലിപ്പിച്ച് കളയും. हाँ, ये व्यक्ति जो है उनके साथ कोई मन्नत मांगा है करके उसने बोल के दिखाएगा. അപ്പം അതുകൊണ്ട് വിവേചനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സാത്താൻ പറയുന്നത് എത്രത്തോളം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. इसलिए परमेश्वर के इस वरदान पाया हुआ लोग ही समझ पाएगा कि शैतान कितना झूठ बोल रहा है. അല്ലേ? അതുകൊണ്ട് നമ്മൾ വളരെയധികം ഈ വിവേചന കൃപാവരമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ സഭയിൽ കടന്നു വരുന്നവർ, ശുശ്രൂഷിക്കാൻ കടന്നു വരുന്നവർ, വിശ്വാസികൾ, വ്യക്തി ജീവിതങ്ങൾ എല്ലാവരും എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. इसलिए इस वरदान पाया हुआ पासवान लोग या लोग ही विश्वासी लोग ही समझ पाएंगे उनके कलीसिया में आने वाला लोग या उनके साथ जुड़े हुए लोग कैसा है करके. അതുകൊണ്ട് നമ്മൾ ഈ ആത്മാക്കളെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവേചനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപാവരമാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കണം. इसलिए इस आत्माओं का परखने का इस वरदान बहुत जरूरी है. ഇതിനെ നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. ഇത് ഏത് വ്യക്തിക്കുള്ളിൽ ഏത് രീതിയിലുള്ളതായിരിക്കുന്ന ദുരാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. इस आत्माओं को परख के समझना बहुत जरूरी है. എന്നാൽ ഈ ദുരാത്മാക്കളെ നിർമൂലമാക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്താക്കി കളയുവാനുള്ളതായിരിക്കും ദൈവീയ കൃപാവരമായിരിക്കുന്ന വിവേചന കൃപാവരം എപ്പോഴും പറഞ്ഞാൽ 24 hours ഒരു ശുശ്രൂഷകനോ വ്യക്തിക്കോ നൽകപ്പെടുന്നില്ല. लेकिन ये जो खास वरदान जो है कोई भी व्यक्ति को पूरे 24 घंटे नहीं मिलता है. അത് മാത്രമല്ല, ഈ വിവേചന കൃപാവരം ആ ഒരു കൃപാവരം മാത്രമായി പ്രവർത്തിക്കുന്നതിനകത്ത് പ്രയോജനം ഉണ്ടാകുന്നില്ല. इसको अकेले लेके कार्य में लाना भी कोई फायदा नहीं है. ഇതിനോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ
എന്താ പറയുന്നത്, സാധാരണ വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്, വിശ്വാസത്തിൻ്റെ വരം എന്ന് പറയുന്നതായ കൃപാവരവും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരു കൃപാവരമുണ്ട്. ഇതും വിവേചന കൃപാവരവും കൂടെ ഒന്നിച്ച് ചേരുന്ന ഇടത്ത് മാത്രമേ വിവേചന കൃപാവരം ശരിക്കും പ്രാവർത്തികമായി തീരുന്നുള്ളൂ. ये चमत्कार और चिन्ह करने का उस वरदान के साथ साथ ये 2-3 वरदानों को मिक्स करके ये जो परखने का वरदान ये सारा मिला के कार्य करेगा, तभी उसका फायदा है. എന്നാൽ മാത്രമേ പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്നും ദുരാത്മാവ് വിട്ടുപോയത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. तभी हमें पता चलेगा कि जो जिसके अंदर दुष्ट आत्मा है वो छोड़ा या नहीं छोड़ा. ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ആ വ്യക്തിക്കുള്ളിൽ നിന്നും ചില ദുർഭൂതങ്ങൾ 1-2 പേര് വിട്ടു മാറിപ്പോകുന്നത് പോലെ അവർ ആക്ട് ചെയ്യും അല്ലെങ്കിൽ കാണിക്കും. जैसे हम उसके लिए अगर दुष्ट आत्मा को निकालने का कार्य करता है, उस समय शुरुआत में हमें लगेगा ही कि दुष्ट आत्मा निकल रहे करके हमें ऐसे दिखाई देगा, ബാക്കിയുള്ളവരൊക്കെ അവിടെ കാണും. लेकिन उसका बाकी जो झुंड जो होता है वहीं होगा. നമ്മൾ ആ പിശാച് വെളിയിൽ പോയാലെന്ന് പറഞ്ഞ് സന്തോഷിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് തിരിച്ചു പോരും. हम लोग सोचेगा कि चलो दुष्ट आत्मा निकल गए करके प्रार्थना करके वापस ഈ आते, വെളിയിൽ വന്ന ആ ദുരാത്മാക്കൾ അവരെ ചുറ്റിപ്പറ്റി നിൽക്കും. लेकिन ये बाहर निकला हुआ दुष्ट आत्मा जो है उनके आस पड़ोस में ही रहेगा. ഇവർക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി വീണ്ടും ഇവർ അവിടെ കൂടെ ചേരും. उनको उसके अंदर घुसने का कोई अच्छा मौका ढूंढ के उस समय वो अंदर घुस जाएगा. കാരണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു വ്യക്തിയിൽ നിന്നും ദുരാത്മാവ് ഇറങ്ങിപ്പോയിട്ട് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചിടന്ന് കിട്ടാതിരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അലങ്കരിച്ചിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് അവനിലേക്കാളും ദുഷ്ടത ഏറിയ 7 ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവനകത്ത് കയറുമെന്ന് കർത്താവ് പറയാൻ കാരണമാണ്. इसलिए यीशु मसीह ने कहा था, जब एक व्यक्ति से जो दुष्ट आत्मा निकल गए तो साफ सुथरा दिखाई दिया, तो वो घूम फिर के सारे जगह घूम फिर के फिर वापस आया तो देखा है कि वहाँ पे साफ सुथरा है, तो उसने अपने बीच से भी बढ़कर सामर्थ पाया हुआ और झुंड को साथ लेके घुस गया करके हम देखते हैं. അതുകൊണ്ട് ഈ വിവേചനപരം ക്രിയ ചെയ്യുന്ന ഇടത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിൻ്റെ കൃപാവരവും കൂടെ 3 കൃപാവരം കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നിടത്ത് മാത്രമേ ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായ ഒരു വിടുതൽ നടക്കുന്നുള്ളൂ. अगर इस सेवकाई में अगर आपको पूरी तरह उसको भलाई मिलना है या उसका फायदा मिलना है, तो आपको विश्वास के वरदान और ये परखने के वरदान और चिन्ह चमत्कार के वरदान तीनों मिला के कार्य करेगा, तभी आपको उसका ഇത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി പരിപൂർണമായി വിടുവിക്കപ്പെടുന്നുള്ളൂ. ये तीनों मिलके कार्य करेगा, तभी वो हमारे सामने वाला व्यक्ति छुटकारा पाएगा. അതുകൊണ്ട് വിവേചനപരം വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക കൃപാവരമാണ്. इसलिए इस परखने का वरदान बहुत खास वरदान है. ഹല്ലേലൂയ. हालेलुया. ദൈവം നമുക്ക് അതിനുള്ള കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. मैं प्रार्थना करता हूँ आप लोगों को भी ये वरदान मिल ഈ जाए. രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. आज रात के समय मिल के परमेश्वर के हाथ में समर्पित ദൈവം അനുവദിച്ചാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കൃപാവരം എന്നുള്ളതായിരിക്കുന്ന കൃപാവരത്തെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. अगर परमेश्वर की इच्छा है तो आगे हम विश्वास के वरदान के बारे में सीखेंगे. വിശ്വാസമല്ല, വിശ്വാസത്തിൻ്റെ വരം, विश्वास के वरदान, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. उसके बारे में हम देखेंगे. എന്നാൽ ഈ കൃപാവരങ്ങളെല്ലാം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ്. परमेश्वर ने सारे वरदान हमें इसलिए दिया है कि हमारे आत्मिक बढ़ोतरी के लिए. അത് പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല കൃപാവരങ്ങൾ, എല്ലാ വിശ്വാസികളും എല്ലാ കൃപാവരങ്ങളാലും നിറഞ്ഞിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ये कोई खास सेवकाई करने वाले पासवानों के लिए नहीं है, हर एक विश्वासी जो परमेश्वर का सेवकाई करना चाहता है, हर एक के अंदर ये वरदान भरना जरूरी है. ആദിമ നൂറ്റാണ്ടുകളിലെ കൊരിന്ത്യ സഭയിൽ എല്ലാ കൃപാവരങ്ങളാലും എല്ലാവരും നിറഞ്ഞിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. शुरुआत के दिन में या पुराने उस काल में जो है हर एक संत लोगों के अंदर ये वरदान भरा हुआ था. അതുകൊണ്ട് ദൈവസഭകളിൽ ഈ കൃപാവരങ്ങളെല്ലാം വളരെ അത്യാവശ്യമാണ്. അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. इसलिए कलीसियाओं के अंदर हर एक के अंदर ये वरदान की जरूरत है. ഹല്ലേലൂയ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ മേലെ പകർന്നിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരുന്നതിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. हम आने वाले दिनों में प्रार्थना करेंगे हमारे अंदर मिला हुआ इस वरदान को बढ़ोतरी करने के लिए. അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തിക്കുള്ളിൽ എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയും. जो अभिषेक पाया हुआ व्यक्ति के अंदर ये सारे वरदान जो है कार्य करेगा. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे, हम प्रार्थना. സ്വർഗ്ഗ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം. स्वर्गीय पिता, इस सुंदर समय के लिए हम आपको फिर से धन्यवाद. ഈ രാത്രികാലം ഞങ്ങളെ കർത്താവെ പഠിപ്പിച്ച അവിടുത്തെ എല്ലാ ദൈവിക വചനങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം. आज रात के समय आपके वचन से आपने हमें सिखाया, इसलिए हम धन्यवाद करते हैं. അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ. ദൈവിക കൃപാവരങ്ങൾ പ്രാപിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായി പ്രാപിപ്പാൻ ഞങ്ങളെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെയും കർത്താവ് സഹായിക്കും. परमेश्वर, हम आपके वचन के ऊपर विश्वास रखते हैं प्रभु. आने वाले दिनों में आपके वचन के
उस वरदानों को पाने के लिए हमें और हमें सुनने वालों को भी समर्पण करते हैं। അതിനായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. उसके लिए सबको आपके हाथ में കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യും. आपने हमारी प्रार्थनाओं को सुन लिया इसलिए धन्यवाद। ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करो हमारे। പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको बहुत आयत से आशीष करने पाए। ഞായറാഴ്ച നമ്മുടെ ആരാധന 10 മുതൽ 12 വരെ ഉണ്ട്. इतवार को हमारी आराधना होगी 10:30 से 12:30 നിങ്ങൾ बजे। കഴിയുന്നവർ സൂമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അത് അറ്റൻഡ് ചെയ്യണം. जो आप लोगों में से कर सकते हैं वो लोग सब अगर उसमें शामिल होना चाहते हो तो हो जाइए। തുടർന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. लगातार प्रार्थना करते रहिए, परमेश्वर हमें आशीष करे। ആമേൻ. हालेलुया।